ഇന്ന് ഒരു വെറൈറ്റി ചമ്മന്തിപ്പൊടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. തംബ്നെയിലിൽ കണ്ടതുപോലെ ചിക്കൻ ചമ്മന്തിപ്പൊടിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് ചിക്കൻ വേണം. എല്ലില്ലാത്ത പീസുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചിക്കനിൽ കുറച്ച് അരപ്പ് പുരട്ടി വെക്കണം. മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത് ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പുരട്ടി വെക്കാൻ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് പുരട്ടിയെടുത്ത് കുറച്ച് സമയം വെച്ചതിന് ശേഷം അതിന് നമുക്ക് എണ്ണയിലൊന്ന് വറുത്തെടുക്കാനാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ പുരട്ടി എടുത്തിട്ടുണ്ട്. ചിക്കൻ പുരട്ടിയെടുക്കുന്ന സമയത്ത് കുറച്ച് വിനാഗിരി അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും, പെട്ടെന്ന് റെഡിയാകും. ഒരു സ്പൂൺ വെള്ളം ചേർത്താൽ മതി. ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കി, ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിൽ കുറച്ച് എണ്ണ മാത്രമേ ആവത്തുള്ളൂ. ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടാക്കുമ്പോൾ നമുക്ക് ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് അതൊന്ന് വറുത്തെടുക്കാം. ഇത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കണ്ട് ചെയ്ത് നോക്കിയതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ചെയ്തെടുത്തതിന് ശേഷം നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റും, ഗൾഫിൽ പോകുന്നവർക്ക് കൊടുത്തുവിടാൻ പറ്റും. നമുക്ക് ചോറിൻ്റെ കൂടെയും മീനില്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഒരു നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. ചിക്കൻ അവിടെ കിടന്ന് ഇതാകുന്ന സമയത്ത് നമുക്കിനി ചമ്മന്തിപ്പൊടികളുടെ കാര്യങ്ങൾ നോക്കാം. ചമ്മന്തിപ്പൊടി സാധാരണ നമ്മൾ ചെയ്യും പോലെ തന്നെയാണ്. ഞാനിവിടെ ഒരു 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വറ്റൽമുളക്, ചെറുള്ളി, കുറച്ച് കുരുമുളക്, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. വെളുത്തുള്ളി വലുതായതുകൊണ്ടാണ് അരിഞ്ഞിട്ടത്. ഇഞ്ചി എല്ലാം അരിഞ്ഞിട്ടുക. എന്നിട്ട് സാധാരണ നമ്മൾ ചമ്മന്തി വറുക്കും പോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇത് വറുത്തെടുത്തതിന് ശേഷം ഇതിനകത്ത് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇട്ടതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. ചിക്കൻ ഇപ്പം ഏകദേശം വറുത്ത് അത് റെഡിയായി വന്നിട്ടുണ്ട്. വറുത്തെടുത്ത ചിക്കൻ നമുക്ക് എണ്ണയൊക്കെ വാലാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോ എന്തിലെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് അതിൻ്റെ എണ്ണയെല്ലാം മാറിയിരിക്കും. അപ്പോഴത്തേക്കും നമുക്കിനി തേങ്ങയെല്ലാം വറുക്കാൻ തുടങ്ങാം. തേങ്ങയിൽ ഞാൻ പറഞ്ഞ സാധനങ്ങൾ ഇത്രയാണ് ചേർത്തിരിക്കുന്നത്: മുളക്, ചെറുള്ളി, കറിവേപ്പില, കുറച്ച് കുരുമുളക്, ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ശകല ഉലുവ. ഇത്ര സാധനങ്ങളാണ് ഇത് വറുക്കാൻ വേണ്ടി നമ്മൾ ചേർത്തിരിക്കുന്നത്. അത് ഒന്ന് മൂത്ത് പകുതി വെള്ളമൊക്കെ വലിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പുളി ചേർക്കാം. ഒരു കഷ്ണം പുളിയും അതിൻ്റെ കൂടെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിനകത്ത് ചേർക്കണം. ഇത് എല്ലാം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എണ്ണ മാറ്റാൻ വെച്ചിരുന്ന ചിക്കൻ അതിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതായത് അരച്ച് പേസ്റ്റ് ആക്കരുത്, ഒന്നിങ്ങനെ ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഈ പരുവത്തിൽ കിട്ടും, തേങ്ങാപ്പീര പോലെ ഈ പരുവത്തിൽ കിട്ടും. അതിനെ ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. അതിനെ ഒന്ന് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. തേങ്ങയും പൊടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി, ചിക്കൻ പൊടിച്ചതും തേങ്ങ വറുത്ത് പൊടിച്ചതും എല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. കാരണം അതെല്ലാം ഒന്ന് മിക്സായി വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ സമയത്ത് നമുക്ക് ഉപ്പ്, എരി ഇതൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി അതിനെ ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം കഴിഞ്ഞു. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ്. എല്ലാവർക്കും ടിഫിൻ കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് കൊടുത്തുവിടാം. നമുക്ക് മീനും ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ എടുക്കാൻ പറ്റും. അപ്പം ഇനി ഇത് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ചൂട് മാറിയതിന് ശേഷം നമുക്ക് നല്ല ഒരു ബോട്ടിലിനകത്താക്കി സൂക്ഷിക്കാം. 2-3 ദിവസം ഇത് വെളിയിലിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് സേഫ്. കാരണം ചിക്കൻ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇത് എങ്ങനെ ആവുമെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.